Hi guys, welcome back to my channel. This is me Shweta. ഞാൻ കുറേ കാലമായി ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് മേക്കപ്പ് ട്യൂട്ടോറിയൽ ഉണ്ടാക്കിയിട്ട് സ്പെഷ്യലി ബിക്കോസ് ഞാൻ ട്രാവൽ വ്ളോഗ്സ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് കുറച്ച് കാലമായിട്ട് മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്തിട്ട് കുറേ കാലമായി. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഓണമൊക്കെ അല്ലേ, അപ്പോൾ പിന്നെ മലയാളികൾക്ക് കുറേ എനിക്ക് മെസ്സേജസും വന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്താ വീഡിയോ ചെയ്യാത്തതെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓണം മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്യാമെന്ന്. ഇത് ഭയങ്കര സിമ്പിളാണ്, ചെയ്ത് നോക്കൂ. എല്ലാം ഭയങ്കര അഫോർഡബിൾ പ്രോഡക്റ്റ്സ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. കഷ്ടപ്പെട്ട് മുല്ലപ്പൂവൊക്കെ ഒപ്പിച്ച് ഒരു ഓണം ലുക്കിന് വേണ്ടി മുല്ലപ്പൂവൊക്കെ എവിടെ നിന്നൊക്കെ ഒപ്പിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഭയങ്കര എളുപ്പമാണ്, ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരണം, ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരണം, ഓർ എവിടെയാണെങ്കിലും അയച്ചു തന്നാൽ മതി. ഐ വിൽ റീപോസ്റ്റ് ഞാൻ സ്റ്റോറി ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ ഈ ലുക്ക് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒലേ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ മോയ്സ്ചറൈസറാണ് കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൽ സൺസ്ക്രീനും ഉണ്ട്, സോ ദാറ്റ് സ്കിൻ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും പുറത്തൊക്കെ പോകുമ്പോൾ. ഇതൊരു പുതിയ സെറ്റ് ഓഫ് ബ്രഷ് ഞാൻ വാങ്ങിയതാണ് ആമസോണിൽ നിന്ന്. ബ്രാൻഡഡ് ഒന്നുമല്ല, പക്ഷേ ഭയങ്കര അഫോർഡബിളാണ്. ഇത് ഞാൻ ഇന്ന് മേബിലിൻ ഫിറ്റ് മീ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. 2 ഷെയ്ഡ് മിക്സ് ചെയ്യാണ് എൻ്റെ ഒരു കറക്റ്റ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ബ്രഷ് വെച്ച് ഫൗണ്ടേഷൻ ബ്രഷ് വെച്ചിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്യാണ് ഇപ്പോൾ. അത് കഴിഞ്ഞിട്ട് ഞാൻ മേബിലിൻ ഫിറ്റ് മീൻ്റെ തന്നെ കൺസീലറാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്യാം. എനിക്ക് ഭയങ്കര വെളുത്തിരിക്കുന്നത് അങ്ങനെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് എൻ്റെ ഷെയ്ഡ് തന്നെ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കൈ വെച്ചിട്ട് തന്നെയാണ് ഇത് ബ്ലെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്പഞ്ചോ ബ്രഷോ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ ട്രാൻസ്ലൂസൻറ്റ് പൗഡർ വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്ത ഈ ലിക്വിഡ് ഫൗണ്ടേഷൻ കൺസീലറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതിന് കളറൊന്നും വരില്ല, ട്രാൻസ്ലൂസൻറ്റ് പൗഡർ ആയതുകൊണ്ട് അങ്ങനെ എക്സ്ട്രാ കളർ വരില്ല. അതുകൊണ്ട് അത് മാറ്റ് ഫിനിഷ് ആക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഐബ്രോ പെൻസിൽ വെറ്റ് ആൻഡ് വൈൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൽ നിന്നാണ് ഇത് ഞാൻ പുതിയത് വാങ്ങിയതാണ്. കുറച്ച് അധികം പ്രോഡക്റ്റ്സ് ഞാൻ വാങ്ങിയിരുന്നു റീസെൻ്റ്ലി. സോ ഇതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു സ്പൂളി പോലത്തെ ബ്രഷ് പോലത്തെ ഒരു സാധനം ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഐബ്രോസ് നല്ലോണം ബ്ലെൻഡ് ചെയ്യാം. നമ്മൾ ഈ വരച്ചൊക്കെ ബ്ലെൻഡ് ചെയ്ത് ആ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആഫ്റ്റർ ദാറ്റ് മിസ് ക്ലെയറിൻ്റെ ഒരു ബ്ലഷറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു നമ്മുടെ സ്കിൻ ടോണിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് ട്രാൻസിഷൻ കളർ പോലെ യൂസ് ചെയ്യാണ് ഐലിഡ്സിൽ. അത് കഴിഞ്ഞിട്ട് ഈ ഫ്രീഡം എന്ന് പറഞ്ഞ പാലറ്റ് ചെറിയൊരു പാലറ്റാണ്. അത് ഞാൻ ജസ്റ്റ് ആ ഒരു ഷിമ്മറി ഷെയ്ഡ് ജസ്റ്റ് ഒരു ഗ്ലോ പോലെ കിട്ടാൻ വേണ്ടി ലിഡ്സിൻ്റെ മേലെ കൈ വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് അപ്ലൈ ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ മേബിലിൻ്റെ ജെൽ ലൈനറാണ് ഇന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഐലൈനർ യൂഷ്വലി ഞാൻ ലാക്മേയുടെയാണ് യൂസ് ചെയ്യാറ്. ജെൽ ലൈനർ എനിക്ക് ഇതിൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് വെച്ചിട്ട് ഞാനൊരു വിങ്ഡ് ലൈനറാണ് ഇപ്പോൾ ചെയ്യുന്നത്. സോ അത് കഴിഞ്ഞിട്ട് ഈ നൈക്കയുടെ കാജൽ വെച്ചിട്ട് നമ്മൾ വാട്ടർ ലൈനിലും കൂടെ ഒരു ലൈൻ വരയ്ക്കുകയാണ്. നമ്മൾ സാധാരണ കണ്ണെഴുതുന്ന പോലെ എന്ത് കൺവിഷ് വെച്ച് വേണമെങ്കിലും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ യൂസ് ചെയ്ത സെയിം ബ്ലഷർ വെച്ചിട്ട് മിസ് ക്ലെയറിൻ്റെ ബ്ലഷർ വെച്ചിട്ട് കോൺടൂർ ചെയ്യാണ്. മൈൽഡായിട്ടൊന്ന് കോൺടൂർ ചെയ്യാണ്, ജസ്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി. സോ ആ സെയിം സാധനം വെച്ചിട്ട് തന്നെ ഞാൻ നോസ് കോൺടൂറിങ്ങും ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സ്വിസ് ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്, ആ ഒരു ഗ്ലോ ഫിനിഷ് കിട്ടാൻ വേണ്ടി. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സെയിം ഹൈലൈറ്റർ തന്നെ ബ്രൗ ബോണിലൊന്ന് ചെറുതായിട്ട് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു നല്ലൊരു ഷാർപ്പ് ഐബ്രോ ലുക്ക് കിട്ടും. ആഫ്റ്റർ ദാറ്റ് ഈ മേബിലിൻ്റെ ലോങ് ലാസ്റ്റിംഗ് ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഭയങ്കര നല്ല ലിപ്സ്റ്റിക്ക്. രാവിലെ ഇട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾ മേക്കപ്പ് റിമൂവർ ഇട്ടിട്ടില്ലേ 2 ദിവസമൊക്കെ നിൽക്കും, അങ്ങനത്തെ ഒരു സാധനമാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ 2-3 ഷെയ്ഡ് ഉണ്ട് എൻ്റെ അടുത്ത്. ഇതിൻ്റെ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് ഇന്ന് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ലാക്മേ ലൈനർ വെച്ചിട്ട് ഞാനൊരു പൊട്ടുത്താണ്, സ്റ്റിക്കർ പൊട്ട് ആണെങ്കിലും മതി. ഇപ്പം ഞാൻ കളർ ബാറിൻ്റെ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മസ്കാരയാണ് ഇത്. ഭയങ്കര ഈ ഫോൾസ് ലാഷസ് ആവശ്യമേ ഇല്ല ഇതുണ്ടെങ്കിൽ, നന്നായിട്ട് വരും ഈ മസ്കാര യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ എല്ലാ പ്രോഡക്റ്റ്സും ഞാൻ യൂസ് ചെയ്യുന്ന താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിട്ടുണ്ട് ഡീറ്റെയിൽസും ലിങ്കൊക്കെ.
ആഫ്റ്റർ ദാറ്റ് ഞാൻ ഈ ഒരു ലുക്ക് കംപ്ലീറ്റ് ആവാൻ വേണ്ടി കുറച്ച് ജ്വല്ലറി ഒക്കെ ആഡ് ചെയ്യാണ്. ഒരു കമ്മൽ, ഈ കമ്മലും ഞാൻ ആമസോണിൽ തന്നെയാണ് വാങ്ങിയെന്ന് തോന്നുന്നു. ഇതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ഇട്ടേക്കാം താഴെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെറിയൊരു മൂക്കുത്തി, ഒരു സ്റ്റിക്കർ പോലത്തെ സാധനമാണ്, അത് ആർട്ടിഫിഷ്യലാണ്, വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മുടി നമ്മൾ സാധാരണ മെടഞ്ഞിടുന്ന പോലെ മുടി ബാക്കിൽ മെടഞ്ഞിട്ടിട്ട് മുല്ലപ്പൂ വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മുല്ലപ്പൂ ഇപ്പോൾ ഞാൻ സ്ലൈഡൊക്കെ വെച്ച് ഫിറ്റ് ചെയ്യാണ് മുടിയിലേക്ക്. അത് കഴിഞ്ഞിട്ട് ഒരു ചന്ദനവും കൂടെ തൊട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി ലുക്ക്. ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ആൻഡ് ഞാൻ നെക്സ്റ്റ് മൺഡേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ കീപ് സ്മൈലിംഗ്, ബി ഹാപ്പി. ഐ ലവ് യു ഗൈസ്.